മാറിലൂടെ എഴിഞ്ഞു നീങ്ങുന്നത് ഒരുത്തന്റെ കൈകളാണെന്നറിയാൻ ഒരു നിമിഷവും അതിന്റെ അർദ്ധനിമിഷവും വേണ്ടി വന്നു അവൾക്ക്. ഒരു തരിപ്പായിരുന്നു ശരീരത്തിന്, മനസ്സിനും ആദ്യം. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. അവൾ കുനിഞ്ഞു നെഞ്ചിലേക്ക് നോക്കി. ആ കൈകൾ അപ്പോഴും അവിടെ. 1 മണിക്കൂർ നീളുന്ന തിരക്കേറിയ പ്രൈവറ്റ് ബസ് യാത്രയിലെ ടിക്കറ്റ് എടുക്കാൻ പെണ്ണുങ്ങൾക്കിടയിൽ കയറിയ കണ്ടക്ടറുടെ കരവിരുന്നു. പിന്നൊന്നും ചിന്തിച്ചില്ല. കണ്ണടച്ചു പിടിച്ച് സർവശക്തിയുമെടുത്ത് മുതുകിൽ കിടന്നിരുന്ന ബാഗൂരി അവന്റെ ചെവിട് നോക്കി വീശി. സ്റ്റീൽ കുപ്പിയിലെ വെള്ളവും ചോറുപാത്രവും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് കണക്കെഴുതിയ 1-2 ബാൻഡിട്ട ബുക്കുകളുമൊക്കെ അത്യാവശ്യം ഭാരമുണ്ടായിരുന്ന ബാഗിന്റെ അടിയുടെ യേശൽ അടുത്തുനിന്ന് 2 ചേച്ചിമാർക്കും ഏറ്റു. എങ്കിലും അവർ പറഞ്ഞു, കലക്കി മോളെ കലക്കി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അല്പനേരം പകച്ചതിന് ശേഷം അടികൊണ്ട ചെവിയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ നോക്കിയ അവനെ തിരിച്ചു നോക്കിക്കൊണ്ട് അവൾ പല്ലിഞ്ഞിരിച്ചു പറഞ്ഞു, ചേട്ടേ, ഇനി ഇതാവർത്തിക്കരുത്. നിന്റെ കൈ ഒരു പെണ്ണിന്റെ ദേഹത്തും. അങ്ങനെയെങ്കിൽ നീ ഇനിയും മുട്ടുകാൽ കേട്ടോടാ നായെ. ഒരു സ്റ്റോപ്പിന് അടുത്ത് വെച്ചായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ സ്തംഭനാവസ്ഥയിൽ നിന്നും പോയിരുന്നു ബസ്സിൽ നിന്ന്. ആൾക്കാർ കുറച്ച് അവിടെ ഇറങ്ങി. ആളല്പം ഇറങ്ങി അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും അവളെ അനുമോദിക്കാൻ എത്തി. അതിനിടയിലാണ് അവൾ ആ കാഴ്ച കണ്ടത്. സംഭവം ലൈവായി പിടിച്ച വൈറലാക്കി സോഷ്യൽ മീഡിയയിൽ കുഴിപ്പിക്കാൻ തിരിഞ്ഞിരിക്കുന്ന ഒരുത്തൻ. ഒരു ധൈര്യത്തിന് അവൾ അങ്ങോട്ട് ചെന്ന്, ഡിലീറ്റ് ചെയ്യടോ. എന്ത്? ഞാനൊന്നും എടുത്തില്ല. നിനക്കെന്താ പ്രാന്താണോ? നിങ്ങളൊക്കെ മെക്കെട്ടുകാരാൻ നിന്നോടെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതും അവൾ ആ മൊബൈൽ ബലം പിടിച്ചു വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്തു. നീ ഇപ്പോ വേണ്ടാത്തീനം കാണിച്ചവരും തമ്മിൽ എന്താണ് വ്യത്യാസം? പെണ്ണിന്റെ അഭിമാനത്തിന് വില പറയുന്നവന്മാർ നിന്റെ വീട്ടിൽ പെണ്ണുങ്ങളാണെങ്കിൽ നീ വൈറലാക്കാൻ നിൽക്കൂടാ? നീയൊക്കെയാണ് നാട്ടിലെ ശരിക്കുള്ള വൈറസുകൾ. തുറന്നുപോയ ചോറ് പാത്രം മുറുക്കി അടച്ചുകൊണ്ട് അവള് ബസ് ഇറങ്ങി നടന്നു. ആരെയും കൂസാതെ എങ്ങും നിന്നറിയാതെ എത്തിച്ചേർന്ന ധൈര്യത്തിന്റെ പിന്തുണയോടെ. പുറകിൽ നിന്നപ്പോൾ ഒരു ഡസൻ കയ്യടി ഉയരുന്നുണ്ടായിരുന്നു. അത് പെൺപിള്ളറായാൽ ഇങ്ങനെ വേണം.